നമുക്ക് ഈ വർഷക്കാലം നൽകി തന്ന തീം മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നാം കണ്ടിന്യൂസ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ ഈ ആഴ്ചകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗ ടു മൂവ് ഫോർവേഡ്, എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. അതിനുള്ള ബന്ധത്തിൽ എൻ്റെ സ്തോത്രം ചിന്തകൾ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. കർത്താവിന് സോ ഐ വാണ്ട് ടു കണ്ടിന്യൂ മൈ മെസ്സേജ് ഓൺ മൂവ് ഫോർവേഡ്, and we are discussing about how to move forward. And we discussed that we have seen that there are few interconnected realities as we move forward. And the first one we have seen obedience and trust. That is so important. They're connected together. As we move forward, we need to realize that. And we have also seen the second thing. As we move forward, the second interconnected reality is that pain and provision. Both pain and provision are part of the plan of God. So we need to understand we should not focus either on pain or provision as we move forward, but focus on God alone. കർത്താവിന് സ്തോത്രം. നാം എങ്ങനെ മുൻപോട്ട് പോകാം, ഇതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുമ്പോട്ട് പോകാം? നമ്മൾ മനസ്സിലാക്കിയത് അന്യോന്യം പരസ്പരമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം നാം കണ്ടത് അനുസരണവും ദൈവാശ്രയം, അത് ഒരുമിച്ചാണ് പോകുന്നത്. കർത്താവിന് സ്തോത്രം. രണ്ടാമത് നാം ചിന്തിച്ചത് സ്തോത്രം ദൈവിക കരുതലും കഷ്ടതയും കരുതലും ദൈവത്തിന്റെ പ്ലാനിന്റെ പാർട്ടാണ്. ദൈവത്തിന്റെ ഈ ദൈവിക പദ്ധതിയുടെ പാർട്ടാണ് കർത്താവിന് സ്തോത്രം കഷ്ടതയും അതുപോലെ കരുതലും. അതുകൊണ്ട് ഇത് രണ്ടിലും നാം ഫോക്കസ് ചെയ്യരുത്. കർത്താവിന് സ്തോത്രം. എല്ലാ കഷ്ടതകളും നാം കണ്ടത്, എല്ലാ കഷ്ടതകളും എല്ലാ കരുതലുകളും കർത്താവിന് സ്തോത്രം നമുക്ക് മുൻപോട്ട് പോകുവാനുള്ളതായ ഒരു ചവിട്ടുപടിയായി മാറണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ പെയിൻ കൊണ്ടും വേദന കൊണ്ടും ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതൽ കൊണ്ടും ഒരു പ്രയോജനമില്ലാതായി മാറുന്നു. അതുകൊണ്ട് വേദനയാകട്ടെ കരുതലാകട്ടെ കർത്താവിന് സ്തോത്രം നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള ഒരു ചവിട്ടുപടിയായി ഈ ദിവസങ്ങൾ തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കുന്നു. See, I want to focus today the third interconnected reality, that is emotion and conviction. Emotion and conviction are the two interconnected reality we need to understand as we move forward. നാം മുൻപോട്ട് പോകുമ്പോൾ അടുത്ത് നാം മനസ്സിലാക്കണം എങ്ങനെ മുമ്പോട്ട് പോകാം. മൂന്നാമത്തെ ഘടകം ഈ വിശ്വാസവും വികാരവും വളരെ പ്രധാനപ്പെട്ടതാണ്. വികാരവും വിശ്വാസവും. എന്നാൽ ഞാൻ വിശ്വാസത്തിന് പകരം മറ്റൊരു പദം ഉപയോഗിക്കുന്ന മലയാളത്തിൽ. കാരണം വിശ്വാസം എന്നുള്ള പദം എന്ത് ചെയ്യുന്നറിയാമോ, ബൈബിൾ പറഞ്ഞിരിക്കുന്ന അർത്ഥം എല്ലാം കുറച്ച് കാണിച്ച് എന്ത് ചെയ്യുന്ന അതിന് ആ വിശ്വാസം എന്നുള്ള പദത്തിന്റെ ആഴം അങ്ങ് പോയി. ആ വിശ്വാസത്തിന്റെ ആഴം അങ്ങ് കുറച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഉപയോഗിക്കുന്ന പദം വിശ്വാസത്തിന് പകരം ഉറച്ച ബോധ്യം എന്നുള്ളതാണ്. ഉറച്ച ബോധ്യം. കർത്താവിന് സ്തോത്രം. അപ്പൊ നമ്മള് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കേവലം ഉപരിതലത്തിലുള്ള ഒരു വിശ്വാസമല്ല, ആഴത്തുള്ള ഒരു വിശ്വാസം, ആഴത്തിലുള്ള ഒരു ദൃഢനിശ്ചയം, ദൃഢമായുള്ള ഒരു ബോധ്യം. കർത്താവിന് സ്തോത്രം. വികാരവും വിശ്വാസവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർത്താവിന് സ്തോത്രം. ഈ emotion and conviction both are very important. They are part and parcel as we move forward. They are interconnected. കർത്താവിന് സ്തോത്രം. According to psychologists, many psychologists see that there are 35 categories of emotions. Anger is an emotion. You see crying, pain, frustration, distress. There are so many, joy, so many emotions. So there's many psychologists say that 35 categories of emotion. But in simple term, all these 35 categories can be put together into two, for a common man, into two classification: negative emotions and positive emotions. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ വികാരങ്ങൾ 35 കാറ്റഗറി ഉണ്ടെന്നാ. 35 കാറ്റഗറി. നമ്മുടെ കോപം ഒരു വികാരവാ, സന്തോഷം ഒരു വികാരവാ, ദുഃഖം ഒരു വികാരവാ. പക്ഷെ ഇതെല്ലാം കൂടെ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നമുക്കിത് രണ്ടായിട്ട് തിരിക്കാം.
ഒരു പോസിറ്റീവ് വികാരവും നെഗറ്റീവ് വികാരവും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതെന്താ അറിയാമോ? പെയിൻ നോക്കുക, വേദന, ദുഃഖം, പെയിൻ, അതൊരു സ്വത്രം നമ്മൾ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് വികാരം അല്ലേ? നെഗറ്റീവ് വികാരമാണത്. എന്നാൽ ആ നെഗറ്റീവ് വികാരം വരുമ്പോഴാണ് ആ പെയിനിൽ, വേദനയിൽ എന്തോ ചെയ്യും? ആ ദുഃഖത്തിൽ ദൈവം പ്രൊവിഷനെ ഒരുക്കും, ദൈവത്തിന്റെ കരുതൽ. ഈ കരുതൽ കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അടുത്തത് നമുക്ക് പോസിറ്റീവ് വികാരം ഉണ്ടാവും, നമുക്ക് സന്തോഷം വരും, നമുക്ക് ആനന്ദം വരും. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ നെഗറ്റീവ് വികാരം നമുക്ക് ദുഃഖം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, കർത്താവിന്റെ സ്തോത്രം, ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകും. ഈ ദൈവത്തിന്റെ കരുതൽ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. കർത്താവിന്റെ സ്തോത്രം. See, what we have seen in the previous week, when pain, we talk about pain, that is a negative emotion. So when we have pain, so we may cry, we will be in distress, we'll be disappointed, and so we get frustrated. That is all, negative emotion. Then we will look for God, to look to God, and God will provide, and God's provision will cause positive emotion. So we will have joy, we will have happiness, and we will be excited. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ അവിടം കൊണ്ട് തീർക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ഇത് നെഗറ്റീവ് വികാരവും പോസിറ്റീവ് വികാരം എന്തോ ആകട്ടെ, ഇവിടെ കൊണ്ട് തീർക്കുവാനല്ല. നെഗറ്റീവ് വികാരം വരുമ്പോൾ ദൈവത്തിന്റെ കരുതൽ, പോസിറ്റീവ് വികാരം വരുന്നു, അവിടം കണ്ട് നിർത്തരുത്. കർത്താവിന്റെ സ്തോത്രം. ആ പോസിറ്റീവ് വികാരം കൺവിക്ഷനായി മാറണം, ഉറച്ച ബോധ്യമായിട്ട് മാറണം, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് മുഖാന്തരമായി മാറണം. കർത്താവിന് സ്തോത്രം. അപ്പം ഞാൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വന്നിട്ട് പുതിയ നിയമത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് വീണ്ടും നമുക്ക് ഒന്ന് മടങ്ങി വരാം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തില് അവര് എക്സൈറ്റഡ് ആയി അവരുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് നോക്കാം. 4-ാം അധ്യായത്തിൽ ഒരു വാക്യം നോക്കിയാൽ 4-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്. ഒന്നുകൂടെ വായിക്കാം. എക്സോഡസ് 4:31. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ മെസ്സേജിൽ കണ്ടതുപോലെ മോശയും അഹരോനും ദൈവം അവരെ വിടുവിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടു. അവർ ചില അത്ഭുതം ചെയ്തവിടെ. ഈ അത്ഭുതങ്ങൾ അടയാളം എല്ലാം കണ്ടപ്പോൾ അവർ വിശ്വസിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവ് വിശ്വസിച്ച മാത്രമല്ല, അവർ ദൈവത്തെ ആരാധിച്ചു എന്നും കാണുന്നു. കർത്താവ് അപ്പം ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ വിശ്വസിച്ചു. സ്തോത്രം. പിന്നെ വിശ്വാസത്തിന് ഭംഗം ഉണ്ടാകുമോ? കർത്താവിന് സ്തോത്രം. See, here we see the people of Israel, they believed in God when they saw the miracles both Moses and Aaron committed or performed, and they believed. Not only that, they worshiped God. So here we see they believed and they worshiped God. But still, as we move forward, we know that they were frustrated and their faith was shaken again. പക്ഷെ നമ്മൾ പിന്നെയും കാണുന്നത് സ്തോത്രം, ഇവരുടെ 10 അധ്യായം കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും അവരുടെ വിശ്വാസം ഷെയ്ക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. വീണ്ടും അതുപോലൊരു സിമിലർ ഒരു പദം നമുക്ക് കാണാൻ 14-ാം അധ്യായത്തിൽ 14th ചാപ്റ്റർ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചിലത് രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ ബ്യൂട്ടി 10-ാം അധ്യായം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 14-ാം അധ്യായത്തിന് 31-ാം വാക്യം ഒന്ന് വായിച്ച്. 14:31, 14:31. യഹോവ ഇസ്രായേലിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? What we see here another one. See, when they saw another miracle, when they saw that God defeated Egyptians and through a miraculous provision by God, it says that they believed in God and his servants. ഇവിടെ നമ്മൾ കണ്ടത് യഹോവ അത്ഭുതം ചെയ്ത അടുത്തൊരു അത്ഭുതം. ഈ റെഡ് സീ ക്രോസ് ചെയ്യാൻ, ഈ ചെങ്കടൽ ഭജിച്ച് അവരക്കരെ കടത്തിയപ്പോൾ ഇത് അവർ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ വീണ്ടും ദൈവത്തെ ഭയപ്പെടും. ദൈവത്തെ ഇങ്ങനെ എഴുതി വിശ്വസിക്കുന്നു. സോ എക്സൈറ്റഡ് ആയി. ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ കണ്ടത് വിശ്വസിച്ചെന്നാ കാണുന്നത്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ 4:31 കണ്ടത് എന്താ?
അവർ വിശ്വസിച്ചു. ഇവിടെയും കണ്ടത് എന്താ? വിശ്വസിച്ചു. ഇനി ഒരു ചോദ്യം, വീണ്ടും ഇനി അവർക്ക് അത്ഭുതം വേണോ ദൈവത്തിൽ വിശ്വസിക്കുവാൻ? വീണ്ടും അത്ഭുതം വേണോ? ഇത്രയും പോരാ. ഇനി അത്ഭുതത്തിന് വല്ലതും പഞ്ഞുണ്ടായിരുന്നോ? ഇതിനിടയ്ക്ക് അത്ഭുതം ഇല്ലായിരുന്നോ? ഈ 14-ാം അധ്യായത്തിനും 4-ാം അധ്യായത്തിനിടയ്ക്ക് എത്ര അത്ഭുതങ്ങൾ? 10 ബാധകൾ. അത് അത്ഭുതങ്ങളല്ലേ? 10 ബാധകൾ അവർ കണ്ടില്ലേ? മിസ്രൈമർ ഈ ബാധയേറ്റ് സ്തോത്രം നശിച്ചപ്പോൾ ഈ ബാധയൊന്നും ഏൽക്കാതെ ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ ചെറുകടി അവരുടെ മേൽ അവരെ പൊതിഞ്ഞവർ കണ്ടല്ലേ? ഇത്രയും പോരെ, വീണ്ടും അത്ഭുതം വേണമോ ദൈവത്തിൽ വിശ്വസിക്കുവാൻ? See, let me ask you a question. See, did they need another miracle to believe in God? So here, even after crossing the Red Sea, we read they believed in God. So was they needed another miracle to believe in God? Did they not see any other miracles? As we all know the story, they already saw 10 plagues. There were miracles, but still they were in need of another miracle to believe in God. What is happening here? എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സഹോദരങ്ങളെ? ഇതെന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം കരുതിയ കരുതലുകളെല്ലാം അവർക്ക് ഒരു ഉപരിതലത്തിലുള്ള വിശ്വാസമേ നൽകിയുള്ളൂ. മനസ്സിലായോ? ഇത് ആഴത്തിലുള്ള വിശ്വാസമായി പരിണമിച്ചില്ല. ഇതെല്ലാം അവർ കണ്ടു, ഇതെല്ലാം അവർ കേട്ടു, ഇതെല്ലാം അനുഭവിച്ചെങ്കിലും എന്തെന്നറിയാമോ? ആഴത്തിലുള്ള ഒരു വിശ്വാസമായിട്ട് പരിണമിച്ചില്ല. ഉപരിതലത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസം മാത്രമായി മാറി. ആഴത്തിലുള്ള ഒരു ബോധ്യമായി മാറിയില്ല. അതാണ് അവർക്ക് പറ്റിയത്. See what is happening here? Even though they saw the miracle, they heard the miracle, they experienced the miracle. So, they did not allow these miracles to move deeper, to lead them into a deeper conviction. They enjoyed the miracles. They had peripheral belief in the miracles, but they did not allow that to go to take into deeper root, into a conviction. That is what is happening. കർത്താവിന് സ്തോത്രം. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയാൽ ഒരു സത്യം മനസ്സിലാക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേൽ മക്കളാകട്ടെ, ഇനി ഞാനും നിങ്ങളും ആകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിന്റെ കരുതലുകളിലും ദൈവത്തിന്റെ അത്ഭുതങ്ങളിലും മാത്രം ഫോക്കസ് ചെയ്യുന്നവർ എന്തെന്നറിയാമോ? സ്തോത്രം. അവര് അടുത്തൊരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കും. പക്ഷെ എന്നാലും ദൈവം ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരികയില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവത്തിന്റെ കരുതലുകളെയും ദൈവത്തിന്റെ അത്ഭുതങ്ങളെയും മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. ഈ എത്ര അത്ഭുതങ്ങൾ കണ്ടാലും ദൈവം ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക്, ഡീപ്പർ ബോധ്യത്തിലേക്ക്, ആഴമേറിയ ബോധ്യത്തിലേക്ക് വരണമെന്നില്ല. See what is happening. See, the people focus on the miracle. Even today, if you and me, whether the people of Israel or you and me, if we focus on miracles, see, we may go in search of another miracle, but still that may not lead into the deeper conviction of who God is. കർത്താവിന് സ്തോത്രം. അപ്പൊ നമ്മള് ഒരു സ്തോത്രം അത്ഭുതങ്ങളെ മാത്രം ഫോക്കസ് ചെയ്താൽ, കർത്താവിന് ദൈവത്തിന്റെ കരുതലുകളെ മാത്രം ഫോക്കസ് ചെയ്താൽ അതൊരു ഉപരിതലമായ ഒരു വിശ്വാസം നമ്മൾ ജനിപ്പിക്കും. ഒരു സംശയമില്ല. അതായത് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്നും ഈ അത്ഭുതത്തിന്റെ പിന്നിൽ ഒരു ദൈവശക്തിയാണെന്നൊക്കെ വിശ്വസിക്കും. പക്ഷെ ആ വിശ്വാസം കൊണ്ട് ദൈവം ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മൾ വരണമെന്നില്ല. We need to understand, oh dear friends of God, dear children of God, so we need to make sure that, see, we are not focusing on miracles. If we focus on miracles and provisions, that definitely that will create a belief in us, but doesn't mean that should lead us into a conviction of who God is. Okay, ഇനി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലേക്ക് വന്ന ജീവിതത്തിൽ നമുക്ക് എല്ലാം അറിയാം. അവിടെ കൊണ്ട് അത്ഭുതം തീർന്നോ? ഇല്ല. ചെങ്കടൽ വിഭജിച്ചത് അത് ലാസ്റ്റ് മിറക്കിൾ അല്ലായിരുന്നു. ചെങ്കടൽ വിഭജിച്ചത് അവരുടെ അവസാന അത്ഭുതം അല്ലായിരുന്നു. അത് അത്ഭുതങ്ങളുടെ ഒരു വലിയ തുടക്കമായിരുന്നു. പക്ഷേ
എന്നിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്ക് ചരിത്രം അറിയാലോ, എത്ര അത്ഭുതങ്ങൾ, എണ്ണമില്ലാത്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും ഈ അത്ഭുതം ഇസ്രായേൽ മക്കൾക്ക് ഒരു വിധത്തിൽ ഒരു പ്രയോജനം ഇല്ലാതായി മാറി. അവർക്കതൊരു ഉപകാരപ്രദവും ഇല്ലാതായിട്ട് മാറി. ഒറ്റ ഉപകാരം മാത്രം. എന്താ? തൽക്കാലത്തേക്കൊരു സുഖം. എന്താ? ഒരു തൽക്കാലത്ത് ഒരു സുഖം ഉണ്ടായി, തൽക്കാലം ഒരു സന്തോഷം ഉണ്ടായി. പക്ഷേ ലക്ഷ്യത്തിലേക്ക് അവരെ നയിച്ചില്ല, വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചില്ല. See, even though they had seen a number of miracles, these miracles become futile because these miracles did not give any benefit to them except enjoyment for a time being, for a temporary enjoyment. They did not lead them to promised land. They did not lead them to the destiny. See, then ഇത്രയും അത്ഭുതങ്ങൾ നടന്നിട്ടും വാഗ്ദത്ത നാട്ടിലേക്ക് ഇവരെ നയിക്കുന്നതിന് ഉപകാരപ്പെട്ടില്ല. കർത്താവിന് സ്തോത്രം. See, that is one thing we need to understand. The miracles gave the people of Israel a temporary enjoyment, a temporary entertainment. See, even today, you need to understand, miracles excite us, provisions excite us, emotionally it excites us, it gives us happiness, and it gives us enthusiasm. But let me tell you, it has no power to drive us to our destiny as we move forward. കർത്താവിന് സ്തോത്രം. ഇന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ കരുതലുകൾ സ്തോത്രം എണ്ണമില്ലാതെ അനുഭവിക്കും. ഞാൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ സിയോൻ യാത്രക്കാരായ നമുക്ക് ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ വിഷയങ്ങളിൽ, വിവിധ തലങ്ങളിൽ ഞാൻ നിങ്ങളും വേദനയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, ജീവിതത്തിന്റെ ഭൗതിക, ശാരീരിക, മാനസിക മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും, യാതൊരു സംശയമില്ല. എന്നാൽ ആ ദൈവിക അത്ഭുതങ്ങൾ തൽക്കാലത്തേക്ക് ഒരു വൈകാരിക സന്തോഷം മാത്രമേ തരുന്നുള്ളെങ്കിൽ കർത്താവിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ കൊണ്ട്, രോഗസൗഖ്യം കൊണ്ട്, ദൈവത്തിന്റെ കരുതലുകൾ കൊണ്ട് നിത്യതയ്ക്ക് ഒരു ഉപകാരമില്ലാതായി മാറുന്നു. അത് വേസ്റ്റ് ആക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവൃത്തികൾ, രോഗസൗഖ്യങ്ങൾ എന്തുമാകട്ടെ, ആത്മീയ, മാനസിക, ശാരീരികമായ ദൈവത്തിന്റെ കരുതലുകൾ, ഹല്ലേലൂയ, നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ, സിയോനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ വിശ്വാസത്തെ അടിയിട്ട് അരക്കിട്ടുറപ്പിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ കർത്താവിനുള്ള വിശ്വാസത്തെ ഒന്നുകൂടെ ദൃഢമാക്കുവാൻ, ഒന്നുകൂടെ സിമെന്റ് ചെയ്യുവാൻ നാം അനുവദിച്ചില്ലെങ്കിൽ ഈ അത്ഭുതങ്ങൾ വെറും വേസ്റ്റായി മാറുന്നു. കർത്താവിന് സ്തോത്രം. Let me tell you, so don't waste miracles. Don't waste the provisions of God. When God releases miracles and provisions in our life, we convert those miracles into, hallelujah, means to stabilize and establish our faith in the Lord. Let all these miracles be converted into means to take us into deeper level of our conviction of who God is. ദൈവം ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് ഇത് നമ്മെ നയിക്കുന്നതിന് കാരണമായിട്ട് തീരട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. ഓക്കെ, ഞാൻ ഉദാഹരണം പറയട്ടെ. ലെറ്റ് മീ ടേക്ക് an example. Imagine, children, listen me. Imagine you have you know that today, because you cannot go to school or college or university, and you have distant education, or you have online education. Okay, online education, and you say to your mama or daddy, I need an iMac. Okay, I need an iMac to learn online education. Let me tell you. So imagine your dad is buying an iMac for you. Okay, so don't fight with your daddy after this message. Okay, so imagine your daddy is buying an iMac to you. Okay, listen me. But the provision of iMac will not give you a grade.
Okay, it will not give you the best grade. Okay, high mark is only a means for you to study well. Okay, high mark is only a provision, but high mark will not give you grade. High mark will not give you victory. So in the same way, listen, the provisions of God, the miracles of God are provisions and means to strengthen our faith. So that is how you need to look into. പ്രിയപ്പെട്ട സ്വന്തം മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്നു. നിങ്ങൾ വിചാരിക്കുകയാണ് എന്റെ കുഞ്ഞ് ഓൺലൈനിലാണ് പഠിക്കുന്നത്, അവൾക്ക് പഠിക്കാൻ വേണ്ടി എന്തെന്നറിയാമോ, ഒരു ഐമാർക്ക് വാങ്ങിച്ചു കൊടുക്കാം. അത് നീട് കണ്ട് നിങ്ങളൊരു ഐമാർക്ക് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഐമാർക്ക് വാങ്ങിച്ചു കൊടുത്തു എന്ന് കരുതി കുഞ്ഞിന് എ ഗ്രേഡ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഐമാർക്ക് എ ഗ്രേഡ് കിട്ടുന്നതിനുള്ള ഗ്യാരണ്ടിയെ അല്ലവേ അല്ല. എന്നതുപോലെ കർത്താവിന് സ്തോത്രം, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത്, നമ്മുടെ കരച്ചിലിന്റെ മുഖത്ത്, നമ്മുടെ വേദനയുടെ മുഖത്ത് സ്വർഗത്തിലെ ദൈവം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതയാത്ര റിലീസ് ചെയ്യും, വർഷിപ്പിക്കും എന്ന് കരുതി ഈ അത്ഭുതങ്ങൾ നമ്മെ നിത്യതയിൽ എത്തിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ഈ അത്ഭുതങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉപയോഗപ്പെടുത്തണം, ദൈവ കരുതലുകൾ ഉപയോഗപ്പെടുത്തണം. ദൈവത്തിന്റെ കരത്തിന്റെ മഹത്വം, വീര്യപ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിക്കുന്നതിന് കാരണമാക്കി മാറ്റണം. Okay, let me take the example of Miriam. Come back to the story of Israel. ഇസ്രായേൽ മക്കളുടെ സ്റ്റോറിയിലേക്ക് വരാം. See, when we come to 15 verse 20, Exodus 15:20, പുറപ്പാട് 15:20, ഒന്ന് വന്നേ 20 വാക്യം. മിരിയാം മോശയായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. Let's compare Miriam and Moses. മിരിയാമിനെ മോശെ 15:20 സ്തോത്രം നമ്മൾ മിരിയാമിനെ കാണുന്ന അവിടെ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. Okay, thank you. That's enough. See, ഇവിടെ നമ്മൾ കണ്ടത് എന്താണെന്നറിയാമോ? സ്തോത്രം. Here we see that when they crossed the Red Sea, it was a miracle, God's miracle. By seeing the miraculous provision of God, see, Miriam got excited. See, Miriam became emotional. Out of her emotional excitement, she took even tambourine and she began to express. It was an emotional expression of her joy when she saw the miracle of God, and she began to sing and dance. Hallelujah. And other ladies, other women and girls joined her. It was an emotional expression. Okay, ഇവിടെ നമ്മൾ കണ്ടെന്നറിയാമോ, മിരിയാമിന്റെ ഒരു വികാര പ്രകടനം. എപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തപ്പോൾ, ഈ ചെങ്കടൽ ഭജിച്ച് മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ കണ്ടപ്പോൾ, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവിടെ ഒരു വൈകാരിക പ്രകടനം. അവൾ എന്തേന്നറിയാമോ, ചിഞ്ചിലെടുത്തു, അടിച്ചു, പാടി കർത്താവിനെ സ്തുതിക്കുവാൻ കൂടെ സ്ത്രീകളും പെൺകുട്ടികളും എല്ലാം കൂടി ചാടി. സ്തോത്രം. എന്തൊരു എക്സൈറ്റ്മെന്റ്, എന്തൊരു സന്തോഷം. കർത്താവിന് സ്തോത്രം. പക്ഷേ ഈ എക്സൈറ്റ്മെന്റ് ദൈവം ആരാണെന്നും, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്നും, ദൈവം എങ്ങനെയാണ് ഇവരെ നയിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഉത്തമ ബോധ്യത്തിലേക്ക് ഇവിടെ കൊണ്ടുപോയില്ല. അതുകൊണ്ട് എന്താ ഇത്, ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവപ്രവൃത്തികളെയും ദൈവത്തിന്റെ ദാസനായ മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കറിയാം എന്തെല്ലാം സംഭവിച്ചെന്നുള്ളത്. ഞാൻ പറഞ്ഞത്, ഇവള് എക്സൈറ്റഡ് ആയി, ഇമോഷൻ. പക്ഷെ ഈ ഇമോഷൻ എന്തെന്നറിയാമോ, സ്തോത്രം, അവൾക്ക് ദൈവത്തിനുള്ള വിശ്വാസത്തിലുമായിട്ട് പരിണമിച്ചില്ല. അരക്കുട്ടുറുപ്പ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്തോത്രം ഇമോഷൻ എല്ലാം പോയി. ഇമോഷൻ പിറുപിറുപ്പായിട്ട് മാറി. വാട്ട് ഈസ് ഹാപ്പനിങ്? ഈവൻ ദോ മിരിയാം വാസ് സോ എക്സൈറ്റഡ്, emotional expression, you see what is happening after some time. See, Miriam started grumbling against Moses and against God's plan, and you see that what is happening. Miriam did not allow her the miracles of God and the emotional means to build up into a stronger faith in the Lord. കർത്താവിങ്കിലേക്ക് ഉള്ള അവിടെ വിശ്വാസത്തെ ഒരു അരക്കിട്ടുറപ്പിക്കുന്നതിന് ഒരു മുഖാന്തരമായി മാറിയില്ല. Then compare with Moses. നമുക്കൊരു ഇനി തിരിച്ച് മോശയുടെ ഒരു പാട്ടിലേക്ക് വരാം. മോശ, let's
ഒരു വാക്യം ഒന്ന് വായിക്കാൻ. 15-ാം അധ്യായം മോശ, ഈ 15-ാം അധ്യായം മോശയുടെ പാട്ടാണ് കേട്ടോ. മോശ പാടുന്ന ഒരു പാട്ട്. 1-ാം വാക്യം മോശ 15-1 എക്സോഡസ് 15:1. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കും പാട്ടുപാടും, അവൻ മഹോന്നതൻ. താങ്ക് യു, അത്ര മതി. കർത്താവിന് സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന മോശ അടിയിരിക്കും. മോശ ഒരു പാട്ടുപാടി. മോശ ആർക്കാ പാടിയെന്നറിയാമോ? കർത്താവിനാ പാടിയേ. മോശ അഡ്രസ് ചെയ്ത് കർത്താവിനെയാണ്. കർത്താവിന് സ്തോത്രം. മോശയുടെ പാട്ടിന്റെ സ്തോത്രം തീം കർത്താവായിരുന്നു. നിങ്ങള് സമയം വീട്ടിൽ നോക്കി, എനിക്ക് മലയാളത്തിൽ എണ്ണണില്ല, ഇംഗ്ലീഷ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 12 പ്രാവശ്യം യഹോവ എന്നും ദൈവവും നമുക്ക് കാണാം. സ്തോത്രം, ലോർഡ് അല്ലെങ്കിൽ ഗോഡ്. 12 പ്രാവശ്യം, 35 പ്രാവശ്യം തേർഡ് പേഴ്സണിൽ അവനെന്ന് സ്തോത്രം സംബോധന ചെയ്യുന്നു, അല്ലെങ്കിൽ തേർഡ് പേഴ്സണിൽ. അങ്ങനെ 35ഉം 12ഉം. ഇതെത്ര പാട്ട്, എത്ര വാക്യം ഉണ്ടെന്നറിയാം? 18 വാക്യം. ഈ 18 വാക്യമുള്ള പാട്ടിൽ എന്നെ ചിന്തിപ്പിച്ചത് 47 പ്രാവശ്യം മോശ ദൈവത്തെ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. 18 വാക്യങ്ങളിൽ 47 പ്രാവശ്യം മോശയുടെ പാട്ട് ദൈവം. എന്താ ഇതിന്റെ അർത്ഥം? മോശയ്ക്ക് പാടുവാനുള്ള ഒറ്റ കാര്യം കർത്താവ് ആരാണെന്നുള്ളത്. See what we see here. 18 verses we can see a small hymn, but in this small hymn of 18 verses you can see 47 times about God. He is addressing God. 12 times Lord or God. See, 35 times he is addressing God in third person or second person, you or he. You see that? So total you can see 47 times in a small song of 18 verses. God, what do you mean by? Moses has only one thing to sing about: who God is, who God is, who God is. That's the difference between today's song and Moses' song. See, people like Moses, they have only one theme to sing about their God. I want to encourage you. See, young people, may God grant you the wisdom and the power and the anointing of the Spirit of God to sing, to compose song. It is my prayer. It is one of my dreams. I want to see our young people, teenagers, young people, kids, composing song. It is my prayer and it is my humble urge to you. Let your theme be God and God alone. Let your theme be Savior and Savior alone. Let your theme be Redeemer, Christ and Christ alone. Hallelujah. Not about you, not about me, not about what he is doing something, but all about him. Hallelujah. Moses' song was centered about who God is. Hallelujah. See, doesn't mean that Moses was not excited. Moses was equally excited. He was also emotionally excited, but his emotion led him to a deeper conviction of who God is. See, emotion is so important. That is so much needed in Christian life, but that is not the end. Our emotion should lead into deeper conviction. Otherwise, that will stay on the periphery and go wasted. All our emotion can be wasted with our earthly life. It will not travel with us as we move forward. കർത്താവിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുമ്പോൾ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഈ അത്ഭുതങ്ങൾ സ്തോത്രം ടെമ്പററി ആയിട്ട് ഇവിടെ കൊണ്ട് നിൽക്കരുത്. കർത്താവിന് സ്തോത്രം. നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മുടെ കൂടെ വരണം. നിത്യതയോളം വരണം, നിത്യതയോളം വരണം. കർത്താവ് എങ്ങനെ വരുവാൻ കഴിയും? ഈ സ്തോത്രം അത്ഭുതങ്ങൾ എക്സൈറ്റ് ചെയ്യും. അത്ഭുതങ്ങൾ സ്തോത്രം നമ്മളെ ബലപ്പെടുത്തണം. അത്ഭുതങ്ങൾ നമ്മളെ ശക്തീകരിക്കണം. മുൻപോട്ടുള്ള യാത്രയ്ക്ക് ശക്തിയായി മാറണം. നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കണം. ഡീപ്പർ കൺവിക്ഷനായി, ഉറച്ച ബോധ്യങ്ങളായി മാറണം. കർത്താവിന് സ്തോത്രം. ഓക്കെ, ചിലർക്ക് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ആവശ്യമാണ് ഒരു ദൈവപ്രവൃത്തിയെ വിശ്വസിക്കുവാൻ, ഒരു മിറക്കിളിനെ വിശ്വസിക്കുവാൻ. അതായത് ദൈവം ചെയ്ത ഒരു അത്ഭുതത്തിൽ വിശ്വസിക്കുവാൻ ചിലർക്ക് ശാസ്ത്രീയ കണ്ടുപിടുത്തം
ആവശ്യമുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാൽ എനിക്ക് ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിന്റെ ആവശ്യമില്ല. സ്തോത്രം. എന്റെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതിനും ദൈവം ഉണ്ട് എന്ന്, ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചും ഈ ദൈവവചനം, ഈ ബൈബിൾ ദൈവവചനമാണെന്നും ഇത് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ദൈവവചനമാണെന്നും ആണ് വിശ്വസിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ അത്ഭുതം. ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നതും ഈ ബൈബിൾ ദൈവവചനമാണ് എന്ന് വിശ്വസിക്കുന്നതുമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നെ സംബന്ധിച്ച്. അത് ഈസി അല്ല, ഭയങ്കര അത്ഭുതമാണ്. ഇതെനിക്ക് വിശ്വസിക്കാമെങ്കിൽ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏത് അത്ഭുതവും വിശ്വസിക്കുവാൻ എനിക്ക് ശാസ്ത്രീയ തെളിവിന്റെ ആവശ്യമേ ഇല്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കർത്താവിന് സ്തോത്രം. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക, സ്തോത്രം, അതൊരു മിറക്കിളാണ്. സ്തോത്രം. ഇത് ഈ ബൈബിൾ ദൈവം വിശ്വസിക്കുക, അതൊരു മിറക്കിളാണ്. അതെന്റെ കഴിവിനാൽ സംഭവിച്ചതല്ല. ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ അവന്റെ കൃപ എന്നിലേക്ക് പകർന്നപ്പോൾ ഞാനത് വിശ്വസിച്ചത് കൊണ്ട് ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏത് അത്ഭുതവും വിശ്വസിക്കുവാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇത് ദൈവവചനമാക്കിയാൽ എനിക്ക് ശാസ്ത്രീയ തെളിവിന്റെ ആവശ്യമില്ല. കർത്താവിന് സ്തോത്രം. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവമാണ് സൃഷ്ടികർത്താവ് വിശ്വസിക്കുവാൻ എനിക്കിനി നാസയുടെ കണ്ടുപിടുത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. ഇത് പറയുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. Let me tell you, children, see, I don't know whether anybody remembering, some years before, few years before, scientists affirmed that a strong wind can divide Red Sea. So, I mean, they have affirmed it is possible. So some people need a scientific proof to believe the miracles recorded in the Bible. Some people may need a scientific proof. But for me, I don't need a scientific proof to believe in any miracle recorded in the Bible. Why? For me, the greatest miracle is to believe in the existence of God. So that is the greatest miracle. So then, second miracle for me, the greatest miracle, to believe this book as God's word. So if I can believe God exists and this book, the Bible, is the very word of God, I don't need any scientific proof to believe in anything, any miracle recorded in this book. Because believe, reliability of the scripture and the existence of God are the greatest miracle if a person can believe. If you can believe that, you don't need a scientific proof. Okay, doesn't mean that, scientific proof are invaluable. So that should add our faith. Okay, let me come back. So that is why Paul says, I know whom I believe. I know whom I believe. Let me encourage you, my dear believers. That should be our conviction. I know whom I believe. He will guard my faith until that day. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായിരിക്കണം നമ്മുടെ ഉറച്ച ബോധ്യം? പൗലോസിനെ പോലെ പൗലോസ് പറയുകയാണ്, എനിക്കറിയാം ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നുവെന്ന്. എനിക്കറിയാം അവൻ എന്റെ ഉപദേശി കാക്കുമെന്ന്. അതായിരിക്കണം നമ്മുടെ ബോധ്യം. ഹല്ലേലൂയ. അടുത്തൊരു സയന്റിഫിക് ഡിസ്കവറിയുടെ ആവശ്യമില്ല. കർത്താവിന് സ്തോത്രം. എന്റെ ദൈവം ആരാണെന്നും ആരിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. Okay, let me tell you, my friends, see, as I move, see, we may not see any scientific, medical, social, physical symptoms or signs. Still we can believe, if you trust in the Lord. See, we don't need all proof to believe in him. We can still believe that our God is a trustworthy God.
I don't need one more miracle to believe that my God is a trustworthy God. Hallelujah. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഒരുപക്ഷെ നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്രയിൽ നമ്മൾ ഇനി ഒരു അത്ഭുതവും കണ്ടെന്നില്ലായിരിക്കാം. ഒരു സയന്റിഫിക് സ്വത്രം, ഒരു സിംറ്റമോ, ഒരു സ്വത്രം മെഡിക്കൽ ചിഹ്നമോ, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അടയാളമോ, ശാരീരികമായിട്ടുള്ള ഒരു അടയാളം ഒന്നും ഒരുപക്ഷെ നമ്മൾ കണ്ടെന്നില്ല, കണ്ടു എന്ന് വരികയില്ല. എങ്കിലും നമ്മുടെ കർത്താവിൽ വിശ്വസിക്കാൻ കഴിയാം. ഇത് വെളിപ്പെടുത്തുന്നുകൊണ്ട്, ബൈബിൾ വെളിപ്പെടുത്തുന്നുകൊണ്ട് നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുവാൻ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല. അടയാളങ്ങൾ സ്തോത്രം നല്ലതാണ്, അത്ഭുതങ്ങൾ നല്ലതാണ്. അത് നമ്മുടെ വിശ്വാസത്തെ അരക്കെട്ടുറപ്പിച്ചാൽ, ഇല്ലെങ്കിൽ അത് വെറും പാഴായി മാറും. കർത്താവിന് സ്തോത്രം. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ? Let me ask a question. How do you see miracle? How do you see miracle? Miracle എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ. See, they were intolerant to pain. So they were impatient when there was an uncomfortable situation. And they became quickly upset with the disturbing situation. So that is why they asked Moses for quick solution. They wanted Moses to sort out quickly and find a solution. See, ഇവിടെ എന്താണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്? ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ, കഷ്ടത വന്നപ്പോൾ, വേദന വന്നപ്പോൾ അവർ അക്ഷമയരായി. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഓരോ ജീവിതത്തിലെ സുഖകരമല്ലാത്ത സാഹചര്യങ്ങളുടെ എല്ലാം മുമ്പിൽ, അത് അത്ഭുതം കാണാനായിട്ടല്ല, അത്ഭുതങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടിട്ടും അടുത്ത പ്രശ്നം വന്നപ്പോൾ വീണ്ടും ആകെപ്പാടെ ഡിസ്റ്റർബ്ഡായി. സ്തോത്രം. വീണ്ടും അപ്സെറ്റായി. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാം? മോശയോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് ഒരു സൊല്യൂഷനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് മിറക്കിൾ ഫോക്കസ് ചെയ്തപ്പോൾ ക്വിക്ക് സൊല്യൂഷൻ ആയിരുന്നു നോക്കിയത്. ക്വിക്ക് ഫിക്സസ്. See, they were looking for quick fixes. പെട്ടെന്ന് നമ്മൾ പെട്ടെന്നൊന്ന് തൽക്കാലത്തേക്കൊന്ന് എന്താ പറഞ്ഞേ, ഒന്ന് ഒപ്പിക്കുക, ഒന്ന് തൽക്കാലത്തേക്ക് ഒപ്പിക്കുക. See, പക്ഷേ ഈ പ്രശ്നത്തിൽ സൊല്യൂഷൻ താമസിച്ചപ്പോൾ വീണ്ടും അക്ഷമയരായി, വീണ്ടും കാത്തിരിക്കാൻ മനസ്സിലാത്തവരായി, വീണ്ടും ദൈവം ഇടപെട്ടു, ദൈവ അത്ഭുതങ്ങളെ ചെയ്തു. Miraculous intervention of God. കർത്താവിന്റെ സ്തോത്രം. Still that did not convince them. എന്നിട്ടും അവര് ഈ ഉറച്ച ബോധ്യത്തിലേക്ക് വന്നില്ല. ഇതായത് പ്രശ്നങ്ങൾ ഒന്നൊന്നായി വന്നു, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടു. സ്തോത്രം. അവരോരോന്നും മോശയ്ക്ക് നേരെ പിറുപിറുത്ത് ക്വിക്ക് ഫിക്സിനായി, വീണ്ടും അടുത്ത ഇഷ്യൂ ആയി. സ്തോത്രം. ദൈവ അത്ഭുതമായി ഇടപെട്ടു, വീണ്ടും ഒരു ക്വിക്ക് ഫിക്സിനായി. സ്തോത്രം. ഇത്ര എല്ലാ അത്ഭുതങ്ങൾ കണ്ടിട്ട് നമ്മൾ കാണുന്നത് വീണ്ടും അവർ ഗ്രംബ്ലിംഗ്, കണ്ടിന്യൂഡ് ഗ്രംബ്ലിംഗ്. വീണ്ടും ഒരു പിറുപിറുക്കാൻ തുടങ്ങി. They continued their grumbling. See, even after seeing all these things, so they were looking for a quick solution. So they grumbled against everything. Okay, then how do you see a miracle? Is it a quick fix or a ladder for our faith conviction? See, how do you see? Is it a ladder to move forward, to move up, or just a quick fix? ഈ മിറക്കിളിനെ എങ്ങനെ നമ്മൾ കാണുന്നത്? ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ കരുതലുകളെ. സ്തോത്രം. ഒരു പെട്ടെന്നൊരു പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു എന്താ പറഞ്ഞ പാരസെറ്റമോളായിട്ടാണോ കാണുന്നത്? പാരസെറ്റമോളായിട്ടാണോ നമ്മൾ പെട്ടെന്ന് ഈ നമ്മുടെ അത്ഭുതങ്ങളെ കാണുന്നത്? അതോ നമ്മുടെ വിശ്വാസത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി, ഉറച്ച ബോധ്യത്തിലേക്കുള്ള, ദൈവം ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണോ നാം കാണുന്നത്? See, miracles have a temporal value. Listen, miracles, as I said the previous message, like a provision. Miracles have a temporal value, but convictions have eternal value. നമുക്ക് ഈ അത്ഭുതങ്ങൾക്ക് ഒരു താൽക്കാലിക മൂല്യമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ബോധ്യം, വിശ്വാസത്തിന് നിത്യമായ വാല്യൂ ഉണ്ട്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ സ്തോത്രം, എന്ത് ഇവിടെ ഞങ്ങൾ നിന്നെ നോക്കുന്നു, അവിടെയും നീ അല്ലാതെ വേറെ ഞങ്ങൾക്ക് ആരുള്ളൂ. കർത്താവിന് സ്തോത്രം. ഇവിടെ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് തന്നെയാണ് നമ്മൾ അവിടെയും കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം ഇവിടം കൊണ്ട് തീരും, ഈ വികാരങ്ങളെല്ലാം ഇവിടം കൊണ്ട് തീരുമ്പോൾ നമ്മുടെ ഉറച്ച ബോധ്യങ്ങളെ നിത്യതയോളം നിൽക്കത്തുള്ളൂ. All our emotions, miracles will be over with this
phase of our life. But we can convert these miracles into as means to strengthen our conviction of eternal value. നമ്മുടെ നിത്യമായ മൂല്യമുള്ള ഉറച്ച ബോധ്യങ്ങളായി മാറ്റുവാൻ ഈ അത്ഭുതങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഇല്ലെങ്കിൽ അത് വെറും വേസ്റ്റായി മാറുന്നു. ഞാൻ ഇസ്രായേൽ മക്കളുടെ ചരിത്രവും വേഗത്തില് സ്തോത്രം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മടങ്ങി വരാം പുറപ്പാടിലേക്ക്. We'll go back to Exodus again. See, we can see 3 miracles in a row. 3 miracles in a row. Still they grumbled. നമ്മൾ കാണുന്ന 3 അത്ഭുതങ്ങൾ നടക്കുന്നു. അത് സ്തോത്രം ഈ അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് നടക്കുന്നത്. പക്ഷെ എന്നിട്ടും ഒരു പുരുത്തായിട്ട് കാണുന്നു. എക്സോഡസിലേക്ക് ഒരു പുറപ്പാടിലേക്ക് ഒരു പുറപ്പാട്. നമുക്ക് ഇവർ പുറപ്പെട്ടത് 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് വായിക്കും. 12-ാം അധ്യായം വരുമ്പോഴേ നമുക്കൊരു വാക്യം വായിക്കാം. അതിന്റെ 2-3 വാക്യങ്ങൾ. We will read verse 12, Exodus 12 verses 2 and 3. 2 and 3. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. 6-ാം വാക്യം കൂടെ പിന്നെ. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഓക്കെ, താങ്ക് യു. സി, ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം പറയുന്നു ഈ മാസം ദൈവം ഒരു പുതിയ കലണ്ടർ അവർക്ക് കൊടുക്കുക. കർത്താവദാസൻ ജോയ് പാസ്റ്റർ വളരെ വ്യക്തമായി നമ്മളോട് അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ദൈവം ഒരു പുതിയ കലണ്ടർ കൊടുത്ത് ദൈവം അവരോട് പറയാണ് ഈ മാസം എന്ത് ചെയ്യുന്നത്. ഇതിന്റെ ഇവിടെ നമ്മൾ 14-ാം തീയതി രാത്രിയിലാണ് ഇവർ അറക്കുന്ന സന്ധ്യാസമയത്ത്. അന്ന് അർദ്ധരാത്രിയിലാണ് നമുക്കറിയാം ആദ്യജാത സംഹാരം നടക്കുന്നതും മിസ്രൈമിലെ. അവർ ആ രാത്രി കഴിഞ്ഞ് വെളുപ്പിനെയാണ് പുറപ്പെടുന്നത്. അപ്പൊ നമ്മൾ കാണാൻ കഴിയുന്നത് എന്തറിയാമോ, 14-ാം തീയതി രാത്രി കഴിഞ്ഞ് സ്തോത്രം 15-ാം തീയതി വെളുപ്പിനോടുകൂടിയാണ് അവര് അവിടെ നിന്നും മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നത്. 1-ാം മാസം അതിന്റെ 42-ാം വാക്യം കൂടെ. സോറി, വേഴ്സ് 42 ഓൾസോ. യഹോവ അവരെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഇത് ഇവന് പ്രത്യേകമായി ആചരിക്കേണ്ടുന്ന രാത്രിയാകുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ കാണുന്നത് ആദ്യ മാസത്തിന്റെ 14-ാം തീയതി രാത്രി കഴിയുമ്പോൾ അവരവിടുന്ന് പുറപ്പെടുകയാണ്. What we see, God is giving the people of Israel a new calendar. That's the first month. On the 14th day, that is the night of the 14th day of that first month, they are coming out of Egypt. Okay, now they are reaching in a place when we come to 16th chapter verse 1. That is second month they are reaching in a particular place. 16:1 കൂടെ 16-ന്റെ 1 വായിക്കാം. അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെ എലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. നോക്കൂ, ഇപ്പൊ ഇതിനിടയ്ക്ക് എത്ര ദിവസമായി? ഒരു മാസം. 1-ാം മാസം 14-ാം തീയതി രാത്രി കഴിഞ്ഞ് രാത്രി പുറപ്പെടുന്നു. 2-ാം മാസം 15-ാം തീയതി അവര് എന്ത് ചെയ്യുന്നറിയാം? സീൻ മരുഭൂമിയിൽ എത്തുന്നു. We see here the people of Israel came out of Egypt on 14th day of the first month. Then as we see in 16:1, they are reaching the wilderness of Sin in the second month, 15th day of second month. അപ്പൊ ഈ ഒരു മാസത്തിനിടയിൽ അവർ എത്ര അത്ഭുതം കണ്ടെന്നറിയോ? 3 അത്ഭുതം. They saw 3 great miracles in one single month. But still they grumbled. സ്തോത്രം. ഒരു വർഷമല്ല, ഒറ്റ മാസത്തിനിടയിൽ 30 ദിവസം 31 ദിവസത്തിനിടയിൽ അവര് 3 അത്ഭുതങ്ങൾ കണ്ടു. എന്നിട്ടും എന്ത് ചെയ്തറിയാവോ? അവര് പിറുപിറുത്തു. സോ നമ്മൾ അതോടെ നോക്കാം. ഒന്നാമത്തെ നമ്മൾ കണ്ടാണെങ്കിലും നമ്മുടെ സ്തോത്രം പഠിച്ചു പോവുകയാണല്ലോ. സ്തോത്രം 14-ന്റെ 11, 12 വായിക്കുമോ? ഫസ്റ്റ് മിറക്കിൾ 14-ന്റെ 11, 12. 14, chapter 14, 11 and 12 we see the first miracle. അവർ മോശയോട്
മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ചെയ്തത് എന്ത്? ഇത് താങ്ക് യു. ഇതെന്താണെന്നറിയാം, നമുക്കറിയാം ഇത് അവരുടെ റെസ്പോൺസ്. നമുക്കറിയാം ഇതിനു മുമ്പ് ഇവരെ ആദ്യത്തെ മിറക്കിൾ എന്തായിരുന്നു? ഫസ്റ്റ് മിറക്കിൾ ഈജിപ്തിന്റെ മിസ്രൈമെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. ആദ്യത്തെ മിറക്കിൾ മിസ്രൈമെ അടിമത്തത്തിൽ നിന്ന് 10 ബാധകളുടെ അത്ഭുതകരമായി ദൈവം വിടുവിച്ചു. അവര് ഒരു കല്ല് പോലും എറിയാതെ, ഒരു കവിണയിൽ കല്ല് വെച്ച് വിടാതെ, സ്തോത്രം, ഒരു വാളെടുക്കാതെ, ഒരു കമ്പെടുക്കാതെ, സ്തോത്രം, ഒരു അടിയും തടയും ഇല്ലാതെ, കർത്താവിന് സ്തോത്രം, അത്ഭുതകരമായി മിസ്രൈം എന്ന ശക്തിയുടെ കയ്യിൽ നിന്നും, സൈന്യത്തിന്റെ കയ്യിൽ നിന്നും, രാജാവിന്റെ കയ്യിൽ നിന്നും ദൈവം അത്ഭുതകരമായിട്ട് അവരെ വിടുവിച്ചു. God miraculously delivered the people of Israel from Egyptian slavery. That is the first miracle. But still, when they came to Red Sea, they grumbled. എന്നിട്ടും ഈ ചെങ്കടലിന്റെ അടുത്ത് വന്നപ്പോൾ അവർ പിറുപിറുത്തു. രണ്ടാമത്തെ അത്ഭുതം ഏതാ? രണ്ടാമത്തെ അത്ഭുതം 15ന്റെ സ്തോത്രം നമ്മൾ കാണുന്നത് 15-ാം അധ്യായം. 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. 22-ൽ എന്താ വരുന്നത്? 22 മുതൽ കാണുന്ന 22 മുതൽ 25 വരെ ഒന്ന് വായിക്കാം. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിപ്പിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിൽ എത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. താങ്ക് യു. രണ്ടാമത്തെ അത്ഭുതം. ആദ്യത്തെ അത്ഭുതം 10 ബാധയിലൂടെ മിസ്രൈമിൽ പുറത്തു വന്നു. എന്നിട്ടും ചെങ്കടൽ കണ്ടപ്പോൾ പിറുപിറുത്തു. ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. രണ്ടാമത്തെ അത്ഭുതം. എന്നിട്ടും കയ്പുള്ള വെള്ളം കണ്ടപ്പോൾ വീണ്ടും പിറുപിറുക്കുന്നു. കർത്താവിന് സ്തോത്രം. അപ്പൊ അവിടെ നമുക്കറിയാം ദൈവം അടുത്ത അത്ഭുതം ചെയ്തു. അടുത്ത അത്ഭുതം ദൈവം മോശയോട് പറഞ്ഞ് ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ കമ്പ് വെട്ടിയെടുത്തിട്ടു. മൂന്നാമത്തെ അത്ഭുതം. കർത്താവിന് സ്തോത്രം. We see the first miracle, they were not satisfied. At Red Sea, they grumbled against. So God divided the Red Sea. They saw the miracle, right? Again, when they came to this particular place of Mara, again they grumbled. God did second miracle, right? Third miracle again. So they grumbled. Okay, now അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന 16-2 ഇനി 16-2 ഒന്ന് വായിക്കാം. 16:2. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകുമോണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യിൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു. സ്വത്രം. ഇവിടെ second, third, even though bitter water at Mara became sweet, still they grumbled when they found that they had problem of food. അവർക്ക് ആഹാരം നടന്നപ്പോൾ വീണ്ടും ഒരു പിറുപിറുക്കും. ഞാൻ പറഞ്ഞത് ഒറ്റ മാസത്തിനുള്ളിൽ 3 അത്ഭുതം കണ്ടു. വീണ്ടും അവിടെ നമ്മൾ അത്ഭുതം കാണുന്നു. അടുത്തത് ഇപ്പോൾ 30-31 ദിവസത്തിനുള്ളിൽ 4 അത്ഭുതം കണ്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വീണ്ടും പിറുപിറുക്കുകയാണ്. എന്തിനാണോ അവർക്ക് പ്രശ്നമില്ലാതിരുന്നത്? അവർക്ക് സകലത്തിനും പ്രശ്നം അല്ലേ? വഴികളെ കുറിച്ച് കംപ്ലൈന്റ്, ആഹാരത്തെ കുറിച്ച് കംപ്ലൈന്റ്, വെള്ളത്തെ കുറിച്ച് കംപ്ലൈന്റ്, ലീഡർഷിപ്പിനെ കുറിച്ച് കംപ്ലൈന്റ്, യാത്രയെ കുറിച്ച് കംപ്ലൈന്റ്, ദൈവത്തെ കുറിച്ച് കംപ്ലൈന്റ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത്രയും എല്ലാ അത്ഭുതങ്ങൾ കണ്ടിട്ടും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായി, ഇമോഷൻ ഒക്കെ ഉണ്ടായിട്ടും കർത്താവിന് സ്തോത്രം, ഇവർക്ക് വീണ്ടും പരാതികൾ മാത്രം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. Let me tell you, കർത്താവിന് സ്തോത്രം. See the people of Israel, even after seeing miracles one by one, they got excited. You see that it not lead them to a deeper faith. It not lead them to the promised land. Let me tell you, lockdown is the best solution to deal with the grumbling or any other issues in our life. If you don't deal with, as I always say, you see, that will spoil us.
that will destroy us, that will kill us, that will not take us to eternal destiny. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇസ്രായേൽ മക്കൾ സ്തോത്രം ഈ പിറുവിറുപ്പിനെ ഡീല് ചെയ്യാത്തത് നിമിത്തം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടിട്ടും വൈകാരിക തലത്തിൽ ഒത്തിരി സന്തോഷിച്ചിട്ടും അവര് നൃത്തമൊക്കെ ചെയ്തിട്ടും അവര് നൃത്തം ചെയ്ത് ആരാധിച്ചിട്ടും കൊട്ടിപ്പാടിയിട്ടും, പക്ഷേ ഈ കൊട്ടിയാലും പാടിയാലും കീബോർഡ് വായിച്ചാലും വയലിൻ വായിച്ചാലും സ്വന്തം ഗിറ്റാർ വായിച്ചാലും ബേസ് ഗിറ്റാർ ആയാലും ഇലക്ട്രിക് ഗിറ്റാർ ആയാലും പിന്നെ ബാക്കി എന്തുവാ സ്വത്രം എന്തൊക്കെയായാലും കൈയടിച്ചാലും ഇനി സിഞ്ചിലടിച്ചാലും ചാമറടിച്ചാലും സ്വത്രം സ്പ്രിങ് പോലെ ചാടിയാലും എന്നെല്ലാം ഡാൻസ് കളിച്ചാലും കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവം ചെയ്ത അത്ഭുതം ഇതൊക്കെ ആവശ്യമാണ്. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ്. ഇമോഷണൽ എക്സ്പീരിയൻസ് നമ്മൾ മനുഷ്യരാണ്, ഇതിൽ ആവശ്യമാണ്. പക്ഷേ കർത്താവിന് സ്തോത്രം, ഇത് കിക്ക് ഫിക്സസ് ആയി നമ്മുടെ തൽക്കാലത്തേക്കുള്ള പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് മാറ്റിയാൽ എന്താണെന്നറിയാമോ സംഭവിക്കുന്നത്? കർത്താവിന് സ്തോത്രം, നമ്മൾ എല്ലാത്തിനും കിക്ക് ഫിക്സ് നോക്കും പെട്ടെന്നുള്ള പരിഹാരത്തിന്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ, അവസാനം നമ്മുടെ പ്രശ്നത്തിനൊരു താമസിച്ചാൽ എന്തിനറിയോ, എന്തും ചെയ്തു കളയും നമ്മൾ. സ്തോത്രം, എന്തും ചെയ്തു കളയും. ഇനി പാരസെറ്റമോൾ കിട്ടിയില്ലേ നമ്മള് എന്തും ചെയ്തു കളയും. സ്തോത്രം, ഹാർട്ട് അറ്റാക്കിന് പോലും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പാരസെറ്റമോൾ കഴിച്ചു കളയും. ഇല്ല, പാരസെറ്റമോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പണ്ടാണ് എന്തുവായിരുന്നറിയാം, നമ്മുടെ നാട്ടിൽ എന്തായാലും എടുത്ത് കഴിച്ചു കളയും. നമ്മൾ ഉറക്കഗുളിയാലും കഴിച്ചു കളയും. കർത്താവിന് സ്തോത്രം. ഇവിടെ ഇവര് സംഭവിച്ചതാണ്. അവര് മോശ, നമുക്കറിയാലോ, മോശ പർവ്വതത്തിന് മുകളിൽ പോയി. ദൈവം മോശയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ജനത്തിന് വേണ്ടി ദൂത് കൊടുത്തോണ്ടിരിക്കുക, ദൈവത്തിനൊരു വലിയ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ കൊച്ചു ജാതിയെ, ഈ ട്രൈബൽ ഗ്രൂപ്പിനെ, ഈ കൊച്ചു സ്ലേവ് കമ്മ്യൂണിറ്റിയെ, ഇവരെ ആരുമില്ലാത്തവരെ, സ്തോത്രം, ഇനി ആരും തുടരുന്നവരെ ഇവരെ ഒരു രാഷ്ട്രമാക്കണം. ഇവർക്കൊരു നിയമസംഹിത വേണം, ഇവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഇവർക്കൊരു രാഷ്ട്രം ഉണ്ടാകണം. ലോകത്തിൽ ഇനി ആവരും സ്തോത്രം എന്റെ ജനത്തെ സ്തോത്രം കുഞ്ഞു കളിക്കരുതെന്ന് വിചാരിച്ച് ദൈവം സ്വപ്നം കണ്ട് ഒരു നിയമസംഹിത രൂപകൽപ്പന ചെയ്ത് മോശയ്ക്ക് ലോക്ക് കൊടുത്ത് ദൈവം സ്വപ്നം കണ്ടിട്ട് ഇറക്കി വരുമ്പോൾ അപ്പുറത്ത് മോശ ഒരു താമസിച്ചപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, അവിടെ കാണും, നമുക്കറിയാം. അവസാനം കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ നോക്കിയേ, എന്നെ ചിന്തിപ്പിച്ചതാണ്. കാളക്കുട്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോൾ അതും അവരെന്തോ പറഞ്ഞെന്നറിയാമോ? ഒരു അത്ഭുതമാണെന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഈ ഞങ്ങളിതെല്ലാം കൂടെ തീയിലോട്ട് ഇട്ടു. അപ്പൊ എന്തോ ചെയ്യുന്നറിയാമോ? ഈ എന്തൊരു അത്ഭുതം എന്നറിയാമോ? ഒരു കാളക്കെട്ടിഞ്ഞ് പുറത്തു വന്നെന്ന്. അത് മനസ്സിലായി? ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അത്ഭുതങ്ങളെ മാത്രം ഫോക്കസ് ചെയ്താൽ, സ്തോത്രം, അതിനുവേണ്ടി മാത്രം നാം ജീവിച്ചാൽ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതും അത്ഭുതമായി ചിത്രീകരിക്കും. എവിടെ നിന്നാണ് ഈ അത്ഭുതം എന്ന് തിരിച്ചറിയാതെ പോകും. അത്ഭുതങ്ങൾ എവിടെ നിന്നും വരാം, പക്ഷെ ഈ അത്ഭുതത്തിന്റെ സ്രോതസ് തിരിച്ചറിയണം. അത്ഭുതത്തിന്റെ സ്രോതസ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകാം. അത്ഭുതത്തിന്റെ സ്രോതസ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആരെയും എന്തിനേയും ആരാധിച്ചു കളയും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങൾ എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ, ഇമോഷൻ തരുമ്പോൾ, കർത്താവ് വൈകാരിക തലത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ, കർത്താവിന് സ്തോത്രം, നമ്മൾ അതിനെ ഡീപ്പർ കൺവിക്ഷൻ ആക്കി, ഉറച്ച വിശ്വാസമാക്കി, ദൃഢനിശ്ചയമായും ദൈവം ആരാന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചില്ലെങ്കിൽ ആരെയും എന്തിനേയും ആരാധിച്ചു കളയും. അത് സ്തോത്രം ദൂരവ്യാപകമായ സ്തോത്രം ദോഷം ചെയ്യും. കർത്താവിന് സ്തോത്രം. Let me, hallelujah, complete by saying, as we all know the story of the people of Israel, what happened with the people of Israel? They were looking for quick fixes. They thought that miracles are quick fixes. They were always looking for miracles. When they faced problem from one to another, they wanted to have a quick fix. They wanted to have a miracle, and they got excited when they receive a miracle.
They were searching for miracle after miracle. But what happened when Moses delayed from coming, even from the mountain? God was preparing, say, a law for the people of Israel, a constitution. Why constitution? Because we know that the people of Israel were a tiny minority and they were a slave community. But God decided, I don't want any more any nation, hallelujah, playing with my people Israel. I will give them a constitution. I will give them a law. I will make them a nation. They will not become a slave community anymore. I want to make them a strong nation. That was the desire of God. And God was preparing a law for he himself. With his own fingers, God was writing the law for the people of Israel. Hallelujah. With his own literal fingers, God was preparing, writing the hallelujah law. He was dictating the law to Moses. Write, Moses, write down, write down. Number 1, number 2, he was preparing. But we know that the people of Israel, they were looking for miracle. They were looking for provision. When they saw that the miracle is being delayed, the prayer answer is being delayed, they have asked Aaron to search for a God. They were looking for another God. Even when they got, golden calf, they interpreted. Yeah, Aaron interpreted. The people of Israel interpreted golden calf also as a miracle. What did they say? When we put all our gold, there was a miraculous provision of a God, golden calf. See, dear children of God, if we don't allow the miracles and the resultant emotions to lead us into deeper conviction of who God is, we may worship anything and anybody as God. We may call even a golden calf of God. So if we focus on emotion and we fail to understand the miracle, the source of miracle, and we may worship anything and anybody as God, that is misleading, that is dangerous, that will affect our destiny. So therefore, see, miracles are needed. Emotion is important. So when God does miracles in our life, God gives us provision. Let these miracles and provisions strengthen our faith in the Lord, conviction in the Lord, lead us into further conviction of who God is. Hallelujah. So that we will be able to move forward. നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ കഷ്ടതകളിൽ ദൈവത്തിന്റെ അത്ഭുതകരം വീണ്ടും വെളിപ്പെടട്ടെ. ദൈവം വെളിപ്പെടുത്തുമ്പോൾ സ്വത്രം സന്തോഷിക്കണം, നിർവികാരിയായിട്ടിരിക്കരുത്. ദൈവ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ എക്സൈറ്റഡ് ആകുക, സന്തോഷിക്കുക, ആനന്ദിക്കുക. പക്ഷെ സന്തോഷവും ആനന്ദവും നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് കർത്താവിന് നമ്മെ നയിക്കുകയും കർത്താവിന് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ബോധ്യത്തെയും അരക്കെട്ട് ഉറപ്പിക്കുകയും മുമ്പോട്ടുള്ള യാത്രയിലെ അടുത്ത സ്റ്റെപ്പായി, അടുത്ത ഏണിയായി കർത്താവിന് സ്വത്രം മാറുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. God bless you all.